ഇന്ന് കുറച്ച് ചെമ്പരത്തി പൂക്കളും ചെമ്പരത്തി ഇലയും തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. മേലെയാണ് കേട്ടോ, എനിക്ക് പൊക്കം കുറവാണ്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വലിച്ച് പറിച്ചത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ഒരു ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുണ്ടല്ലോ ഒരു മരത്തിൽ തൂങ്ങിയിരിക്കുന്ന, സോറി മരത്തിലല്ല, ഒരു കൊമ്പ് വലിച്ച് ഇങ്ങനെ താഴ്ത്തി നിൽക്കുവാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കിട്ടി. അതിൻ്റെ ഇടയിൽ 2 മുളക് തേങ്ങ കിട്ടി കേട്ടോ, അതും പറിച്ച് നടാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എത്തി കണ്ടില്ലേ, ഉലുവ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെള്ളം കളഞ്ഞില്ല. അതേപോലെ വെള്ളവും ആ ഉലുവയും എല്ലാം കൂടി ഒന്ന് ഒന്നിച്ചിട്ട് അടിച്ചെടുക്കാം. നല്ല കുതിർന്നിട്ടുണ്ട്, കളർ തന്നെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചെമ്പരത്തിയും ഇലയും ആ ഉലുവയും ആ വെള്ളത്തോടു കൂടി നമുക്ക് അടിച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാവേ. എല്ലാം അടിയുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കട പേസ്റ്റ് രൂപത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് തേച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ്. കട നല്ല തലയോട്ടി നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ വെക്കുക കേട്ടോ. തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് വേഗം കഴിക്കളഞ്ഞാലും മതി. അപ്പോൾ ഞാൻ അധികമൊന്നും ആയില്ല അത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അല്ലാണ്ട് ചൊറിച്ചിലും കാര്യങ്ങളായപ്പോൾ കേട്ടോ ഞാനിത് തേക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ 2ാം പ്രാവശ്യമാണ് ഇത് തേക്കുന്നത്. എന്തായാലും ചൊറിച്ചിലൊക്കെ ഒരു പ്രാവശ്യം തേച്ചപ്പോൾ തന്നെ എൻ്റെ ചൊറിച്ചിലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെക്കാം. ഇത് തേക്കുന്നതിന് മുന്നിൽ കുറച്ച് എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും എണ്ണ, പാരച്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും എണ്ണ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. ഉണ്ടല്ലോ, പല്ല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, നമുക്ക് ഒരു അരമണിക്കൂറൊന്നും കഴുകിക്കളയാം. അങ്ങനെ ഇതാ കഴുകി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങിയപ്പോൾ കണ്ട് നമ്മൾ ഷാമ്പു തേച്ചൊരു ഫീലാണ് കേട്ടോ നമുക്ക് മുടിക്ക് കിട്ടുക. ഉണ്ടല്ലേ, എന്തായാലും ഷാമ്പു ഇട്ട പോലെ ഉണ്ട് കേട്ടോ. മുടി നല്ല മീൻസത്തിൽ നല്ല സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ.